നമസ്കാരം. മാക്ടിവിയുടെ പുതിയ പരമ്പരയായ വെൽനസിലേക്ക് സ്വാഗതം. ഭൂഗോളത്തിന്റെ സ്പന്ദനം ഗണിതശാസ്ത്രത്തിലാണെന്ന് സ്ഫടികം മൂവിയിലൂടെ ചാക്കോമാഷി പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യനായതുകൊണ്ട് തന്നെ മനഃശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. മനഃശാസ്ത്രപരമായ ചോദ്യങ്ങൾക്ക് നമ്മോട് ഉത്തരം നൽകാനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഫാദർ തോമസ് ഇറ്റയ്ക്കുന്നിലാണ്. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ പഠനത്തിന്റെ ഭാഗമായിട്ട് കുറേ നാൾ ഇറ്റലിയിലും അമേരിക്കയിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം തിരിച്ച് കേരളത്തിലേക്ക് വന്നപ്പോൾ കേരളത്തിലെ ആൾക്കാരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ മാനസികാരോഗ്യം എത്രത്തോളം മാറിയിട്ടുണ്ടെന്നാണ് അച്ഛന് തോന്നുന്നത്? ഞാൻ ഈ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ മാനസികാരോഗ്യത്തെ പറ്റി ഒത്തിരി ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ മനഃശാസ്ത്രം പഠിക്കാൻ പോയ സാഹചര്യത്തിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനിടയായത്. ഒരുപാട് മലയാളികളെയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇറ്റലിയിലായിരുന്നപ്പോഴും പിന്നീട് അമേരിക്കയിലേക്ക് ആയിരുന്നപ്പോഴും നമ്മുടെ ഈ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റി പ്രവാസികളായിട്ട് അവിടെ ചെന്ന ഒരുപാട് മലയാളികളെ കാണാനിടയായി. അവർക്കൊക്കെ കൗൺസിലിങ്, സൈക്കോതെറാപ്പിയൊക്കെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം അങ്ങനെ വന്നൊരു സാഹചര്യത്തിലാണ് എത്രമാത്രം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ മാനസികാരോഗ്യം ഒരു വെല്ലുവിളിയായിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത വന്നത്. ഇപ്പോൾ കേരളത്തിൽ 2014 പഠിക്കാനൊക്കെ പോയത്. അപ്പം അതിനു മുമ്പ് ഈ മാനസികാരോഗ്യം ഒരുപക്ഷെ ഭയങ്കര ഒരു സ്റ്റിഗ്മയായിരുന്നു നമ്മുടെ സമൂഹത്തിൽ. എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ ആർക്കെങ്കിലും ഒരു മാനസിക പ്രശ്നമുണ്ട്, ഒരു ഡിപ്രഷനുണ്ട്, ഒരു ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട് എന്നൊക്കെ കേട്ടാൽ തന്നെ പേരൻസ് ഒക്കെ പറയൂ, മോളെ അത് പുറത്ത് പറയല്ലോ, മോനെ അത് പുറത്ത് പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്തോ വലിയൊരു കുറ്റമാണെന്നുള്ള ചിന്തയിലാണ് ഒരു കേരളത്തിൻ്റെ ഒരു പൊതു മനസാക്ഷി എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു പോസിറ്റീവ് കാര്യം, ഒരുപാട് പേര് മാനസിക ഹെൽപ്പ് സീക്ക് ചെയ്യുന്നുണ്ട്. മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയുള്ള ഹെൽപ്പ് അന്വേഷിച്ച്, ഇപ്പം ചിലപ്പോൾ സൈക്കാട്രിസ്റ്റിനെ ആയിരിക്കാം, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ആയിരിക്കാം, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ ആയിരിക്കാം, സൈക്കോതെറാപ്പിസ്റ്റിനെ ആയിരിക്കാം, അങ്ങനെ ഒരുപാട് പേരെയൊക്കെ കാണുന്ന ഒരു രീതി അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ മാറിയെന്നല്ല, ആ ഒരു സ്റ്റിഗ്മ മാറിയെന്ന് അർത്ഥമൊന്നുമില്ല. ഇന്ന് സ്റ്റിഗ്മയൊക്കെ നിൽക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ എന്നെ കാണാൻ വരുമ്പം പറയാറുണ്ട്, അച്ഛാ ഇവിടെ വന്ന കാര്യം പുറത്ത് പറയല്ല്, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് മോശമാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് കുടുംബങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, നമുക്ക് ശരീരത്തിൽ രോഗം വരാറുണ്ട് അല്ലേ? ഇപ്പം പനി വരാറുണ്ട്. ഇപ്പം അഞ്ചനിക്ക് പനി വരുന്നു, ജലദോഷം വരുന്നു. അതിനൊക്കെ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരാളോട് പറയാൻ അല്ലേ, എനിക്ക് പനിയാണ്, എനിക്ക് ജലദോഷമാണ്. പക്ഷെ അതുപോലല്ല നമുക്കിപ്പോൾ ഒരു ഡിപ്രഷൻ വരുന്ന ഒരു സാഹചര്യം എളുപ്പമല്ല. നമുക്ക് നമ്മുടെ കൂട്ടുകാരികളോട് പോലും പറയാൻ നമുക്കത് ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ നമ്മളൊരു വ്യക്തിപരമായിട്ടൊരു കുറ്റം ചെയ്തതുപോലെയാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. അതെനിക്ക് തോന്നുന്നത് ഈ കേരളക്കരയുടെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ചിലപ്പം ഭാരതത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം. ഈ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്തും പഠിക്കുന്ന സമയത്തൊക്കെ ഇപ്പം നമ്മളോടൊക്കെ ആൾക്കാർ വന്ന് സംസാരിക്കുമ്പം അവർ പറയും, അച്ഛാ എനിക്ക് ഡിപ്രഷനാണ്, ഇങ്ങനെ മെഡിസിൻ എടുക്കുന്നുണ്ട്. അത് യാതൊരു പ്രശ്നവുമില്ല. അപ്പം അവർ മനസ്സിലാക്കുന്ന കാര്യം, ഈ ശരീരത്തിന് രോഗം വരുന്നത് പോലെ മനസ്സിനും രോഗം വരാം. നമ്മളത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. നമ്മളാരും കുറ്റം ചെയ്യുന്നത് കൊണ്ടല്ല ഈ മനസ്സിന് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അത് സ്വാഭാവികമായിട്ടും വരാം. നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ചില മാറ്റങ്ങൾ, ഇപ്പം ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നൊക്കെ അച്ഛനെ കേട്ടിട്ടുണ്ടാവാം. ഇപ്പോൾ തലച്ചോറിൽ വരുന്ന ചില കെമിക്കൽ ഇംബാലൻസസ്, ഇപ്പം ഡോപ്പമീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സെറട്ടോണിൻ, ഇങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ചെറിയ വ്യതിയാനം പോലും നമ്മളുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഒരുപാടാണ്. അതുകൊണ്ട് ഈ മാനസിക രോഗവുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ ചിന്തിക്കുമ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സമൂഹത്തിന് വേണ്ട ഒരു കരുണയുടെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ കാണുന്ന രീതി എന്ന് പറയുന്നത് ഒരു കരുണയുള്ള ഒരു കണ്ണുകളോടുകൂടെ കാണേണ്ടിയിരിക്കും. ഇത് ആർക്കും വരാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ സമൂഹം നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ല എന്നറിയുമ്പോൾ തന്നെ നമുക്ക് തുറന്നു പറയാൻ പറ്റും അല്ലേ. എനിക്കിപ്പം ഡിപ്രഷനുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ആങ്സൈറ്റിയിലൂടെ ഞാൻ കടന്നു പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ബൈപ്പോളറിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം. അതും തുറന്നു പറയാൻ പറ്റുവാണെങ്കിൽ തന്നെ ആ സമൂഹത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ കുറേ പേർക്കൊക്കെ അതിനകത്ത് തന്നെ സിംറ്റംസ് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു കരുണയുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതും ഇതിനോട് ചേർത്ത് വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം അച്ഛൻ പറഞ്ഞു 2014 ശേഷമാണ് അച്ഛൻ കേരളത്തിൽ നിന്ന് പോയത്. അപ്പം ആൾക്കാർക്ക് ഇവിടെ അതിന് തുറന്ന് പറയാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന എണ്ണം കുറവാണ് ആൾക്കാരുടെ കേസസ് വരുന്നത്. ഇപ്പം അത് വരുന്നതിൻ്റെ കാരണം, അതായത് ഇപ്പം ഡിപ്രഷൻ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഇപ്പം കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആൾക്കാർ ഇത് ഓപ്പൺ ആക്കി പറയുന്നത്, അതിൻ്റെ കാരണം ഇപ്പോഴും ആൾക്കാരുടെ ഡിപ്രഷൻ ലെവൽ കൂടുന്നതുകൊണ്ടാണോ അതോ ഒരു തുറവി ഉള്ളത് കൊണ്ടാണോ? എന്താ അച്ഛന് തോന്നുന്നത്? അഞ്ജന, ഒരുപക്ഷെ രണ്ട് കാര്യം ഉണ്ടാവാം. ആൾക്കാർ ഇന്ന് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ടോക്കുകളൊക്കെ
അതും ഒരു സ്റ്റിഗ്മേനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ഇൻ്റർവ്യൂസിനൊക്കെ നമ്മൾ കാണാറുണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റിഗ്മയാണ്. ആ സ്റ്റിഗ്മനെ നമ്മൾ ബ്രേക്ക് ചെയ്തേ പറ്റൂ. അതിന് ഈ യങ് ജനറേഷനെയൊക്കെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ തലമുറ ഒത്തിരി സംസാരിച്ചു തുടങ്ങി. ഇപ്പം മെൻ്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുന്നത് അതൊരു ടബു ടോപ്പിക്കിൽ നിന്നും അത് പുറത്ത് ചാടാൻ വേണ്ടി തുടങ്ങി എന്നുള്ളത് അടുത്ത കാലത്തെ ഒരു പോസിറ്റീവായ കാര്യം. പക്ഷെ അതിനോട് തന്നെ ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെയൊക്കെ യുവജനങ്ങൾക്കിടയിലാവട്ടെ കുട്ടികൾക്കിടയിലാവട്ടെ അവരുടെ ഈ റെസിലിയൻസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്കുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പന്തെടുത്ത് എറിയുമ്പം ബൗൺസ് ബാക്ക് ചെയ്യുമല്ലോ, അത് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റിയാണ് എന്ന് പറയുന്ന ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിയുമ്പം അതിൽ നിന്ന് പുറത്ത് ചാടാനുള്ള മനുഷ്യൻ്റെ ആ കപ്പാസിറ്റി, അതിന് റെസിലിയൻസ് എന്ന് പറയുന്നത്. ആ റെസിലിയൻസിലൊക്കെ പല കാരണങ്ങളുണ്ടാവാം. അണുകുടുംബത്തിൻ്റെ പ്രത്യേകതകളുണ്ടാവാം. നല്ലൊരു കുടുംബ അന്തരീക്ഷത്തിലായിരിക്കണമെന്നില്ല കുട്ടികൾ വളരുന്നത്. ബ്രോക്കൺ ഫാമിലീസ് അല്ലെങ്കിൽ കോൺഫ്ലിക്ച്വൽ ഫാമിലീസിൻ്റെയൊക്കെ എണ്ണം കൂടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ഒരു ഇമോഷണൽ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഇന്ന് കേരളത്തിൽ ഒരുപാട് കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളോടും കരുണ കാണിക്കേണ്ടതാണ്. കാരണം കുട്ടികളൊക്കെ കടന്നു പോകുന്ന ഒരുപാട് സ്ട്രെസ്സുണ്ട്. മാതാപിതാക്കന്മാർ അവരെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ സമൂഹം അവരെ കുറ്റപ്പെടുത്തുന്നു. അപ്പം അങ്ങനെയുള്ള ഒത്തിരി ചിന്തകളിലൂടെ നമ്മുടെ കുട്ടികളൊക്കെ കടന്നു പോകുമ്പോൾ ഈ റെസിലിയൻസിനകത്ത് കുറവ് വരുന്നുണ്ട്. അപ്പം അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നുകയാണ്. ഇപ്പം ഒരാളിപ്പോൾ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നെന്ന് അയാൾക്കും അതുപോലെ തന്നെ ചുറ്റുമുള്ള അവരുടെ മാതാപിതാക്കൾക്കായാലും, അതായത് കൂടെ ഉള്ളവർക്ക് എങ്ങനെ അത് മനസ്സിലാവുന്ന സ്റ്റേജ് ഏതാ? നമ്മളിപ്പം ഡിപ്രഷൻ മാത്രമല്ല, ഏതൊരു മാനസിക ഡിസോർഡർ, നമ്മൾ മെൻ്റൽ ഡിസോർഡർ എന്നാണല്ലോ പറയുന്നത്, അത് വന്നു കഴിയുമ്പോൾ അവരുടെ മൊത്തത്തിലുള്ള ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങും. നമുക്ക് പ്രധാനമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പം അവരുടെ ബന്ധങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. ചിലപ്പോൾ ജോലി രംഗങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. വ്യക്തി ജീവിതത്തിൻ്റെ ചില പ്രത്യേക തലങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോൾ ഒരു കൊച്ചു കുട്ടീനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇങ്ങ് പോകാൻ വേണ്ടി തുടങ്ങും. ഭയങ്കരമായിട്ട് റിജിഡാകും. ചില കുട്ടികളൊക്കെ മുറി അടച്ചിരിക്കുന്നു, പേരൻസ് വന്ന് തുറക്കാൻ പറയുന്നു, അവർ തുറക്കത്തില്ല. അവരുടേതായ ലോകത്തിലേക്ക് ഇങ്ങ് ചുരുങ്ങിയാണ്. സംസാരിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുന്നു. ചിലർ സംസാരിക്കാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് പല സിംറ്റംസും പുറത്തു വരാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഇത് ബാധിക്കുന്നു. ഇപ്പോൾ കുടുംബജീവിതത്തിലൊക്കെ ആണെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധം ഏതൊക്കെയോ രീതി കൊണ്ട് അസ്വസ്ഥമായി തുടങ്ങി. നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കുറേ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് ചിലപ്പം വരുമായിരിക്കാം, അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകൾ വരുമായിരിക്കാം. അങ്ങനെ പല തലങ്ങളിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഡിപ്രഷനെ പറ്റി അഞ്ജന ചോദിച്ചുകൊണ്ട്, ഇപ്പം ഡിപ്രഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫുഡ് പാറ്റേണിനകത്ത് വ്യത്യാസം വരാം. ചിലരാണെങ്കിൽ കൂടുതൽ കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നു, ചിലരാണെങ്കിൽ കഴിക്കാനേ പറ്റാത്ത സാഹചര്യം, ചിലർക്കാണെങ്കിൽ സ്ലീപ്പിംഗ് പാറ്റേണിൽ വ്യത്യാസം വരുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ രാത്രിയൊക്കെ ഇങ്ങനെ കണ്ണും തുറന്ന് കിടക്കേണ്ടി വരുന്ന അവസ്ഥ, ഭയങ്കരമായിട്ട് അസ്വസ്ഥത വരുന്ന അവസ്ഥകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സൈക്കോളജിയിലൊക്കെ അനഹഡോണിയ എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അനഹഡോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു താല്പര്യക്കുറവ് വരിക. ഇതുവരെയും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, ഇതുവരെ എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നൊരു കാര്യം എനിക്ക് ഒട്ടും താല്പര്യമില്ല ചെയ്യാൻ. ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഒട്ടും താല്പര്യമില്ലാതെ വരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു അനഹഡോണിയ, ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ ഒട്ടും തൃപ്തിപ്പെടാത്ത അവസ്ഥ, ഇതൊക്കെ ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നതാണ്. എന്നെ ഒന്നും മാറ്റാൻ പറ്റത്തില്ല, ഒരു ഹോപ്പ്ലെസ്നെസ്, ഒരു ഹെൽപ്ലെസ്നെസ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെടുത്തി. ഇനി ഓരോ മാനസിക രോഗവും വ്യത്യാസമാണ്. ഞാൻ ഇതിനോട് ചുമ്മാ കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഒരു കേരളക്കരയുടെയും അല്ലെങ്കിൽ ഈവൻ ഭാരതത്തിലായിരിക്കും അങ്ങനെ ഉണ്ടാവാം ഒരു പ്രത്യേകത, നമുക്കൊരു മെൻ്റൽ ഡിസോർഡറിനെ ഡയഗ്നോസ് ചെയ്യാൻ എളുപ്പമൊന്നുമില്ല. എല്ലാവരും അന്ന് ഡയഗ്നോസ് ചെയ്യുന്നുമുണ്ട് അവരുടേതായ രീതിയിൽ. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു ഡിപ്രഷൻ്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ എന്ന കഞ്ചിന് കേട്ടിട്ടുണ്ടാവാം. ഇതിനെ കൂടി ഒരു സൈക്കോട്ടിക് ഡിസോർഡറാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു കുടുംബത്തിലുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? അവന് ഭ്രാന്താണ്, അവന് വട്ടാണ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. നമുക്ക് ആകെപ്പാട് അറിയാവുന്ന 1-2 ടെർമിനോളജി, ഭ്രാന്ത്, വട്ട്, നമ്മൾ എത്രമാത്രം ഒരു വ്യക്തിയെ ഇങ്ങനെ എഴുത്തി സംസാരിക്കുന്നത്, എത്രമാത്രം വില കുറച്ച് സംസാരിക്കുന്നത്. നമ്മളങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പം ആ കുടുംബം എന്തോരം വേദനിക്കുന്നുണ്ടാവാം, ആ വ്യക്തി എന്തോരം വേദനിക്കുന്നുണ്ടാവും, ആ വ്യക്തിയോട് ചേർന്നിരിക്കുന്നവർ എന്തോരം വേദനിക്കുന്നുണ്ടാവും. DSM എന്ന് പറയുന്ന ഒരു അമേരിക്കയുടെ ഒരു ഡയഗ്നോസ്റ്റിക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഡിസോർഡേഴ്സിനെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മാനുവലാണ്, ഒരു പുസ്തകമാണ്. അതിനകത്ത് തന്നെ 299 മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള
അഞ്ചാമത്തെ എൻ്റെ റിവേഴ്സ്ഡ് ടെക്സ്റ്റ് വന്നിരിക്കുന്നത് ഏതാണ്ട് 299 പേരുകളാണ്. പക്ഷേ നമുക്ക് ഇത്രയും ഡിസോർഡേഴ്സ് നമുക്ക് 1-2 പേരേ ഉള്ളൂ, ഭ്രാന്ത്, വട്ട്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് എന്താണ്, നമുക്ക് ഒരു വ്യക്തിയോട് കരുണ കാണിക്കാൻ പറ്റുന്നില്ല. ഈ വ്യക്തിക്ക് തന്നെ പേടി. അതിന് ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പം ഒരു വ്യക്തി ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അവരത് മൂടി വെക്കാൻ പറ്റും നോക്കും അല്ലേ. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഒരു കവറപ്പ് ചെയ്യും. എന്തോരം കവറപ്പ് ചെയ്യുന്നു അത്രയും ഇത് ഡീപ്പനായിക്കൊണ്ടിരിക്കുക, വേഴ്സ് ആയിക്കൊണ്ടിരിക്കുക. ഈ സമൂഹം എൻ്റെ ഒരു ഡിപ്രഷനോട് കരുണ കാണിക്കുന്നു, അത് മനസ്സിലാക്കും, തിരിച്ചറിയുവാണെങ്കിൽ തന്നെ ഒരു വ്യക്തിക്ക് എന്തോരം അതിനകത്തുനിന്ന് മാറ്റം വരാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു കരുണയുടെ കുറവൊക്കെ നമ്മളൊക്കെ പൊതുവായിട്ട് നോക്കുമ്പോഴൊക്കെ കാണുന്നുണ്ട്. അച്ഛൻ ഇപ്പോൾ പറഞ്ഞ സിംറ്റംസിനെ പറ്റി, അതായത് നമുക്ക് അവരിലുള്ള മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റുമെന്ന്. എൻ്റെ ഒരു ചോദ്യം, അവരെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് അവരോട് അവരുടെ ആ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ നിന്നൊന്ന് കരകയറ്റാൻ എന്തൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും? നല്ല ചോദ്യമാണ് അഞ്ജന. പലപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ഈ സിംറ്റംസ് പോലും ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ റെക്കഗ്നൈസ് നിർബന്ധമില്ല. ഇപ്പം ഞാനീ പറഞ്ഞ പോലെ നമുക്കൊരു കാര്യം ചെയ്യുന്നതിനകത്ത് താല്പര്യക്കുറവ് വരുന്നു. അത് ഡിപ്രഷനുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് പെട്ടെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കി എളുപ്പമൊന്നുമില്ല. പല കാര്യങ്ങളിലും ചെറിയ മാറ്റങ്ങൾ വരുമ്പം നമുക്ക് പിടികിട്ടുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഒരു സ്വാഭാവികത നഷ്ടപ്പെടുമ്പോൾ തന്നെ നമ്മൾ വ്യക്തികളോട് ഇത് തുറന്ന് പറയണം. വ്യക്തികളോട് തുറന്ന് പറയണം. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു തുറവിയുള്ളൊരു കുടുംബമാണെങ്കിൽ നമ്മൾ ആ കുടുംബത്തോട് പറയണം. എന്നിട്ട് നമ്മൾ ഹെൽപ്പ് സീക്കാൻ ഒട്ടും നമ്മൾ താമസിക്കരുത്. അതിപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ട ഒരു ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ അങ്ങനെ പോകണം. ഇനി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ, ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു ആവശ്യമാണെങ്കിൽ നമ്മൾ അങ്ങനെ പോകണം. ഇനി ഒരു സൈക്കോതെറാപ്പിയുടെ ആവശ്യമാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതെല്ലാം കൊണ്ടുള്ളൊരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ആ ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. നമ്മൾ സിംറ്റംസ് വരുന്നു, നമ്മൾ ടയേർഡാകുന്നു, എൻ്റെ വ്യക്തിജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ആൾക്കാർ സൂചിപ്പിച്ച് തുടങ്ങുന്നു. അതൊരു റെഡ് സിഗ്നൽ, അതൊരു റെഡ് ഫ്ലാഗാണ്. ആ റെഡ് ഫ്ലാഗ് വരുമ്പോഴേ ഞാൻ എൻ്റെ ലൈഫിനെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഒരുപക്ഷെ ഒരു സൈക്കാട്രിസ്റ്റിനെ നമ്മൾ കാണുന്നെങ്കിൽ അവർ തന്നെ സജസ്റ്റ് ചെയ്യും ഒരു സൈക്കോതെറാപ്പി നല്ലതാണ്. അവർ മെഡിക്കേഷൻ നടത്തുകയും ചെയ്യും. അതിനൊരു കൂടത്തിൽ ഒരു സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് ആണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് ബീയിങ് ആണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഒരു വ്യക്തിയെ നമ്മൾ സഹായിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പം ഇവിടെ വരുന്ന പല കേസുകൾ, ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പല കേസുകൾ, ഡിപ്രഷൻ്റെ കേസുകളുള്ളവർ വരാറുണ്ട്. അവർ ഒരേ സമയം മെഡിക്കേഷന് വിധേയമാകുന്നവരാണ്. ചിലപ്പോൾ ഞാൻ തന്നെ പറയാറുണ്ട്, നല്ലതാണ് നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നത്, കാരണം ഈ ഒരു സിംറ്റംസ് മാറുന്നില്ല. അപ്പോൾ അവരോട് പോയി കാണുകയും ചെയ്യും. അതേ സൈക്കാട്രിസ്റ്റ് തന്നെ പറയും ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു ഹാവ് എ സൈക്കോതെറാപ്പി വിത്ത് സമൺ. അപ്പം അങ്ങനെ അവർ നമ്മുടെ അടുത്ത് തന്നെ വരും. എന്നിട്ട് നമ്മൾ ഈ സൈക്കാട്രിസ്റ്റിനോട് നമ്മൾ സംസാരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാലൻസ്ഡ് അപ്രോച്ച്, ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് നടത്തുമ്പം വ്യക്തികളിൽ ഒരുപാട് മാറ്റം വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഓക്കെ. അപ്പം അച്ഛൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് വരുന്നവർ അവരവരുടെ റീസൺ ആണോ പറയുന്നത്, അതോ അവരുടെ ഫീലിംഗ്, അതായത് ഇപ്പം എനിക്ക് ഇന്ന കാരണം കൊണ്ടാണ് എനിക്കിത് ഉണ്ടാകുന്നത്, അതെങ്ങനെ അവരെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത്? പലപ്പോഴും എല്ലാവരും സെൽഫ് ഡയഗ്നോസ് നടത്താറുണ്ട്. ഇന്ന കാരണം കൊണ്ടായിരിക്കാം ഇന്നത് വന്നത് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അവരെപ്പോഴും ഹെൽപ്പ് സീക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഒരു ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് അവസ്ഥയിലൂടെ, ഒരു നരകതുല്യമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും മറികടക്കണം എന്നവർ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവരിവിടെ വരുന്നു, അവരവരുടെ അവസ്ഥ മുഴുവൻ തുറന്ന് കാണിക്കുകയാണ്. ഇന്ന കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ആ പറയുന്നതെല്ലാം തന്നെ സിംറ്റംസ് ആയിരിക്കും. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഭാഷയിലൂടെ നോക്കുമ്പം ഇവർ പറയുന്നതെല്ലാം സിംറ്റംസാണ്. അവരവരുടെ ഡെയിലി ലൈഫിലെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് ഫിഗർ ഔട്ട് ചെയ്യുകയാണ് എന്തൊക്കെയാണ് അതിനകത്തെ ബേസിക് സിംറ്റംസ് എന്ന് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ മാനുവലായിട്ടൊക്കെ ഒന്ന് തട്ടിച്ച് നോക്കും അല്ലേ. കാരണം പലപ്പോഴും ഈ സൈക്കോളജിയിൽ ഈ പല ഡിസോർഡേഴ്സിൻ്റെയും സിംറ്റംസിന് സമാനത ഉണ്ടാവും. ഇപ്പോൾ ഡിപ്രഷനുള്ള ചില വ്യക്തികളുടെ സിംറ്റംസിനെ ബൈപ്പോളാറിനകത്ത് കാണാം. എന്നാൽ അതുകൂടാതെ തന്നെ ഒരു എക്സെൻട്രിക് മാനിയ സ്റ്റേജ് അവിടെ ഉണ്ടാവാം. അപ്പം അങ്ങനെ വരുമ്പം ഈ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളൊക്കെ ചെയ്യുന്നത് നന്നായിട്ട് ഈ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് സാധ്യമാക്കുക എന്നുള്ളതാണ്. ഇത് ബൈപ്പോളാർ അല്ല, ഇത് സ്കിസോഫ്രീനിയ അല്ല, ഇത് ആ രോഗമല്ല, ഈ രോഗമല്ല, ഇന്നത് തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നു. എന്നിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും സൈക്കോളജി ലോകത്ത് നടക്കുന്ന കാര്യം. ഓക്കെ. പക്ഷേ ഇപ്പം ഈ ADHD അതുപോലെ തന്നെ ഈ ബൈപ്പോളർ ഡിസോർഡർ ഇപ്പോൾ പറഞ്ഞു, അപ്പം അവരൊക്കെ ഇപ്പം അറ്റൻഷൻ ഡെഫിഷ്യൻസി ഇല്ലാത്ത കുട്ടികൾ, അപ്പം അതൊക്കെ എങ്ങനെയാണ് അച്ഛൻ ഈ കൗൺസിലിങ്ങിലൂടെ അവരെ കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത് എങ്ങനെയാണ്? അഞ്ജന, ഈ ADHDയുടെ പിറകിലാണെങ്കിലും അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം അല്ലേ. ഒരുപാട് കുട്ടികൾ ഇന്ന് ആ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അതെന്ന് പറയുന്ന ഒരു ബ്രെയിൻ റിലേറ്റഡ് ഇഷ്യൂ തന്നെയാണ്. നമ്മൾ അങ്ങനെയുള്ള കോൺടെസ്റ്റിനകത്താണെങ്കിലും ഞാൻ പലപ്പോഴും ഒരു സൈക്കാട്രിസ്റ്റിനെയും കൂടെ റെഫർ ചെയ്യാൻ വേണ്ടി അവരോട് എപ്പോഴും പറയാറുണ്ട്. എന്നിട്ട് ഈ കുട്ടികൾക്ക് വേണ്ട ഒരു ബേസിക് സൈക്കോതെറാപ്പി, ചിലപ്പോൾ ഇച്ചിരി ലൈഫ് സ്കിൽസ് അവരെ പരിശീലിപ്പിക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്.
എഡ്യൂക്കേഷനും കൂടെ വേണമെന്ന ഒരു ആശയമാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ച് ഈ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ കൂടുതലുള്ള കുട്ടികൾക്ക് അത് കുറയ്ക്കാനും അവർക്ക് ഇച്ചിരിയും കൂടി ഒരു നോർമലായിട്ട് അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷനിൽ അവർ ഇച്ചിരിയും കൂടെ ഉയർത്താനൊക്കെ അത് പലപ്പോഴും സഹായിക്കാറുണ്ട്. എന്നിട്ട് അങ്ങനെയുള്ള കുട്ടികൾ വരാറുണ്ട്. ഞാൻ പലപ്പോഴും അവരുടെ പേരൻസിന് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പേരൻസിന് എളുപ്പമല്ല. ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിരിക്കുന്ന ഒരു മക്കളുള്ള ഒരു പേരൻസിന് ഭയങ്കര പാടാണ് അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ പേരൻസിനെ കൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യിക്കാം, ആ കൊച്ചിനെ ഇച്ചിരിയും കൂടെ സ്നേഹിക്കുക, ദൈവം അതിനകത്തൊരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്ക് കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ ഒരു പാരൻറ്റിങ് ലെവലിലൊക്കെ കൗൺസിലിംഗ് നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുട്ടികളെ കാണുന്നതിനകത്ത് ഇത്തിരി വ്യത്യാസമുണ്ട്. ഈ പലപ്പോഴും ADHD ഉള്ള കുട്ടികളുടെ പേരൻസൊക്കെ കുട്ടികളോട് ഭയങ്കര ദേഷ്യപ്പെടും. കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നു. അവർക്കറിയത്തില്ലേ കൊച്ചിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. അവർ കുട്ടീനെ ശകാരിക്കുന്നു, മണ്ടനാണെന്ന് പറയുന്നു, ബാക്കി കുട്ടികളവിടെ താരതമ്യം ചെയ്യുന്നു. ഈ കൊച്ചിൻ്റെ ഉള്ള സെൽഫ് എസ്റ്റീമും കൂടെ വീണ്ടും വീണ്ടും കുറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പം അങ്ങനെയുള്ള പേരൻസ് നമുക്ക് കാണാൻ പറ്റുമ്പോഴും അവരോട് സംസാരിക്കാൻ പറ്റുമ്പോഴും ഇതൊക്കെയാണ് അവസ്ഥ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അവരെ കൊണ്ട് അംഗീകരിക്കാൻ പറ്റുമ്പോഴും ശരിക്കും കാതലായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഒരുപാട് കുടുംബങ്ങളിൽ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ മനഃശാസ്ത്രത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഈ കോൺവെർസേഷനിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും കമന്റ് ബോക്സിലിടുക. ആ സംശയത്തിനുള്ള ഉത്തരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ നന്ദി. താങ്ക് യു അച്ഛാ.